ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഞാൻ ഫൈനലി എൻ്റെ റൂമിന് ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ഫുൾ റൂം മേക്ക് ഓവർ എന്നൊന്നും മുഴുവനായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ എൻ്റെ റൂമിൻ്റെ ചെറിയൊരു ഭാഗം, ഒരു കോർണർ ആൻഡ് കുറച്ച് സ്പേസ് ഞാൻ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കാൻ പോവുകയാണ്. ഇൻ കേസ് ഇനി ഇത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. ഇനി എങ്ങാനും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ തന്നെ റൂം ചെയ്യണമെന്ന് തോന്നിയാലോ, അപ്പം ഉപകാരമാവുമല്ലോ. അതുകൊണ്ട് അപ്പം എന്തായാലും എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഒക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ കോർണറിലാണ് ഞാനന്ന് പണിയാൻ പോകുന്നത്. ഇപ്പുറത്തൊന്നുമില്ല. ഞാൻ ഇന്നലെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചു. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലാക്കി ഒന്ന് ഓർഡറിലൊക്കെ ആക്കി തലേദിവസം തന്നെ വെച്ചു. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ. ഞാനിവിടെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ റെൻ്റൽ അപ്പാർട്ട്മെൻ്റ് ആണ്. നാളെ ഞാൻ ഇവിടെ ഇപ്പോൾ മൂവ് ചെയ്ത് പോവുകയാണെന്ന് ഇരിക്കട്ടെ, ഈ സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ച് പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഇതിനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എനിക്ക് തിരിച്ച് കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു $500-600 ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവർ ഇത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ഷൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഭിത്തിയിലേക്ക് ഇപ്പോൾ പെയിൻറ്റ് പോയിരിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോയി. അവർ നമുക്ക് ഇത് ഡാമേജ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എടുക്കും. ഇവിടെ ഓൾറെഡി വലിയ ഓട്ടകളുണ്ട് കേട്ടോ. എന്തോ ഇവിടെ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനത്തെ കുറച്ച് പാടുകളൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കിയെല്ലാം ക്ലീനാണ്. ഞാൻ യൂഷ്വലി ഈ സാധനം വെച്ചിട്ടാണ്, ലൈക്ക് ഇപ്പോൾ ഞാൻ ട്രൈപോഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഞാൻ ഈ ഒരു സാധനം ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു കോർണറിലാണ് ഞാൻ പണിയെടുക്കാൻ പോകുന്നത്. ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ എനിക്ക് ഓഫ് ചെയ്യേണ്ട വന്നു, കാരണം എൻ്റെ പ്ലഗ് എല്ലാം ഞാൻ ഇതിൽ കൂടെയാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് ആണ് ഇന്നത്തെ എൻ്റെ സോഴ്സ്. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പടങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ പിക്ചർ ഞാൻ ഇതിൻ്റെ താഴെ ആഡ് ചെയ്യാം. ഈ പറയുന്ന ഫോട്ടോസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വരും. ഞാൻ ഒട്ടിച്ച് വെക്കുന്നത് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഞാൻ ചെറുതായിട്ട് സംസാരിക്കാം. ട്രസ്റ്റ് ദ പ്രോസസ്. ബൈബിളിലെ കുറച്ച് വാക്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ട്രസ്റ്റ് യുവർ വിഷൻസ്. വിഷൻ ബോർഡ് ഉണ്ടാക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഇതും ഞാൻ എൻ്റെ ഒരു വിഷൻ ബോർഡായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ വെന്നി മാറ്റിയിട്ട് വന്നു. എനിക്ക് ഭയങ്കര ചൂടെടുക്കാറുണ്ട് അതിട്ടിട്ട്. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലോ ടേപ്പ് ഇങ്ങനെ ചെറിയ റെക്റ്റാങ്കിൾ പീസായിട്ട് വെട്ടിയിട്ട് അതിങ്ങനെ മടക്കി ഡബിൾ സൈഡ് ടേപ്പ് പോലെ ആക്കിയിട്ട് പേപ്പറിൻ്റെ കോർണറിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഞാൻ അത് തൊട്ട് താഴെ ലൈൻ ചെയ്തിട്ട് വയ്ക്കാൻ പോവാണ്. ഇതെല്ലാം പറയുന്നത് പ്രേ, വെയിറ്റ്, ട്രസ്റ്റ് എന്നൊക്കെയാണ്. ഫുൾ ബൈബിൾ ഇതാണ്. ഞാൻ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ബൈബിളിലെ 2ാമത്തെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. എൻ്റെ ഒരു ഫുൾ വർക്കൗട്ടും മെഡിറ്റേഷനൊക്കെ ആയിട്ടുള്ള ഒരു എക്സസൈസ് അങ്ങനെ ഒരു സെറ്റപ്പിലുള്ളതാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? എഗെയിൻ ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരെണ്ണമാണ്. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. ഈ ഒരു വാൾ കഴിഞ്ഞ കേട്ടോ, ഇവിടെ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തതിനകത്ത് ഇടാൻ പോകുന്നത് ഒരു സൺസെറ്റ്, ഇത് ജീസസ് പ്രാർത്ഥന, അതൊക്കെയാണ്. നമുക്ക് നമ്മുടെ ഒരു കേരള തനിമ നിലനിർത്തണമല്ലോ. കത്ത് നല്ല രസമല്ലേ? കാസറ്റുകളും സാധനങ്ങളൊക്കെ. വുമൻഹുഡ്. ഈ കാണുന്നത്ര സ്പീഡിലൊന്നും പരിപാടി തീർന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ വലിയ സെല്ലോ ടേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് പിന്നെയും ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ടാണ് ഞാൻ വെട്ടി ഒട്ടിച്ചത്. ഇത് എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരെണ്ണമാണ്. എലിസബത്ത് എൻ്റെ പേരാണ്. പേരും പേരിൻ്റെ അർത്ഥമാണ്. ഗോഡ് ഈസ് മൈ ഓത്ത് എന്നാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം. ചിലതിൻ്റെയൊക്കെ ഷേപ്പ് കറക്റ്റ് ആവുന്നില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് 2ാമത് കട്ട് ചെയ്തിട്ടൊക്കെ ഒട്ടിക്കേണ്ട വന്നു. പിന്നെ ഇത് പറിച്ചെടുക്കാൻ നേരത്തെ എങ്ങാനും ഇതിൻ്റെ പെയിന്റ് കൂടെ പോരുമോ എന്നുള്ള ടെൻഷനുമായിരുന്നു എനിക്ക്. അങ്ങനെ ഒട്ടിക്കാനുള്ളതെല്ലാം ഒരു വിധത്തിൽ ചെയ്ത് തീർത്തു. ഇനി നമുക്ക് കുറച്ച് പച്ചിലകളും ലൈറ്റൊക്കെ ആഡ് ചെയ്യാം. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇനി നമുക്ക് കുറേ കൂടെ ചെയ്യാനുണ്ട്. മുകളിലൊക്കെ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ പെട്ടി പുറത്തെടുത്ത് ഒരു 2-3 സെറ്റ് മതിയായിരിക്കും. ഞാൻ ഒത്തിരി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് ഒരിത്തിരി 2 സെറ്റായിരുന്നു. ഇവിടെ നിന്ന് ഒരിത്തിരി അങ്ങോട്ട്, എന്നിട്ട് അവിടെ നിന്ന് ഒരിത്തിരി ഇങ്ങോട്ട്, എന്നിട്ട് ഇങ്ങനെ ഒരിച്ചിരി. ഈ കോർണറിൽ മാത്രമേ ഉള്ളൂ, അപ്പുറത്തേക്കൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. അതിന് തന്നെ ഒരു 1, 2, 3, 4 എണ്ണം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് ഒരു വാള് ഫുള്ള് ലൈനായിട്ട് ഈ പച്ച എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് ക്ലിപ്പ് ചെയ്ത് എൻ്റെ ഫോട്ടോസൊക്കെ ചെറിയ പ്രിൻ്റഡ് ഫോട്ടോസ് നോക്കിയിടുക എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം ചെയ്തിരുന്നത്.
ഇങ്ങനെ കയറിയാൽ എത്തും. ഇവിടെ നമ്മുടെ വരെ സുഖമായിട്ടെത്തും. ഇതിൽ ചെടി എന്തെങ്കിലും വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയാണ് കേട്ടോ നീളമുള്ളത് ഒരെണ്ണത്തിന്. വേണമെങ്കിൽ ഈ ഒരു പച്ച ഇതോടെ ഇങ്ങനെ ചുമ്മാ തൂങ്ങി കിടന്നോട്ടെ. നമ്മളുടെ ഇതിനകത്ത് ഞാൻ ചെടി വെക്കത്തില്ലേ, ആ ചെടീനെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്കിടയൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരെണ്ണം കിടന്നോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഈ സാധനം ഇവിടെ തിരിക. എൻ്റെ ഐഡിയ ആയിപ്പോയി. ഇനി ഇവിടെ ഒന്ന് ഇച്ചിരി എടുത്തിട്ട് അങ്ങോട്ട് വേണം. 3 ഇലകൾ ഒന്നിച്ച് വെച്ചിട്ട്, അതായത് ഇത്രയും സാധനങ്ങൾ വരും ഇതിനകത്ത്. ഇനി ഇതിനകത്ത് ഞാൻ ക്യാമറ ഓൺ ആണെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ക്യാമറ ഓണാക്കി ഈ സാധനം പ്രസ് ചെയ്തിട്ടത് സെറ്റ് ആയില്ല എന്നുള്ളത്. അപ്പം നിലവിൽ ഇത്രയാണ് ഞാൻ ആക്കി വെച്ചത്. ഈ സാധനം ഇവിടെ കുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഈ സാധനം വന്നിരിക്കുന്നത് ഇവിടെ കുത്തും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലൈറ്റ്സ് ഇടണം. അപ്പോൾ ലൈറ്റ്സ് എടുത്തിട്ട് വരട്ടെ. ഇതെൻ്റെ ഉള്ളതിൽ ഏറ്റവും നീളമുള്ള ലൈറ്റാണ്. ഒരെണ്ണം നേരെ ഇങ്ങോട്ട്. ഇലകൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ മുഴുവൻ ഈ സാധനം ഇടാനാണ് എൻ്റെ പ്ലാൻ. ഇവിടെ കൂടെ തൂക്കിയിടണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ലൈറ്റ്, പക്ഷേ ഇനിയുള്ളതൊക്കെ എൻ്റെ കയ്യിൽ ബാറ്ററി ഇട്ടിട്ട് ഇടുന്ന ലൈറ്റാണ്. ഇത് മാത്രമാണ് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. ലാമ്പ് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംഭവം സക്സസ് ആയി തീർത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നേരിട്ട് കാണുന്ന ഭംഗിയൊന്നും എനിക്ക് വീഡിയോയിൽ കിട്ടാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. എനിക്ക് ശരിക്കും സംഭവം ഭയങ്കര ഇഷ്ടമായി. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും വലിപ്പമുണ്ട് ഫോട്ടോസിനൊക്കെ നേരിട്ട് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 2:30 ആയപ്പോൾ തുടങ്ങിയതാണ്. വൈകിട്ട് 6 മണി ആയപ്പോഴാണ് പരിപാടി മുഴുവൻ തീർത്തത്. വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എന്താ ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടോളൂ. ഇതാ 11:11. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് 11:11. ആൻഡ് ഇവിടെ എലിസബത്ത് എൻ്റെ പേരുണ്ട്, പേരിൻ്റെ മീനിങ്ങും ഉണ്ട്. ആൻഡ് ഇവിടെ മുല്ലപ്പൂ, എൻ്റെ കേരള തനിമയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട്. സൈഡിൽ പിന്നെയും ബൈബിൾ വാക്യങ്ങളും കുരിശൊക്കെ ആയിട്ട്, അതിൽ കുറച്ച് CD കാസറ്റുകൾ, പിന്നെ വുമൻ ഒരു ഇത്, പിന്നെ ഒരു സൺസെറ്റ് ഉണ്ട്, പിന്നെ ഇതാ യോഗ, വീണ്ടും ഇവിടെ ജീസസ് പള്ളിയിൽ ക്ഷേമീൻ കുരിശും കുറച്ച് ബൈബിൾ വാക്യങ്ങളൊക്കെ, ഇവിടെ കുറച്ച് കത്തുകൾ, റോസാപ്പൂവൊക്കെ, ഇവിടെ വീണ്ടും എൻ്റെ കേരള തനിമ, എൻ്റെ കുരിശും ആമ്പലൊക്കെ ആയിട്ട്, അവിടെ വീണ്ടും കുറച്ച് മുല്ലപ്പൂവും വളകളൊക്കെ. ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുരിശ്, കുറച്ച് ബൈബിൾ വാക്യങ്ങൾ, ടു ഇറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ സെൽഫ്. ഇവിടെ കുറച്ചുകൂടെ കോട്ട്സ് പോലെയാണ് കേട്ടോ. ട്രസ്റ്റ് യുവർ വിഷൻസ്, ട്രസ്റ്റ് ദ പ്രോസസ്. അതിനകത്തും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബൈബിൾ വാക്യങ്ങളൊക്കെ ഉണ്ട് അതിലും. ഇതാണ് ഞാൻ ആദ്യം കാണിക്കാൻ മറന്നുപോയത് ഒരെണ്ണം. പിന്നെ വീണ്ടും കുറച്ച് CD കാസറ്റ്സ്, പിന്നെ ഇൻഹെയിൽ എക്സ്ഹെയിൽ, അങ്ങനെ കുറച്ച്. പിന്നെ ഇവിടെ വീണ്ടും ബൈബിൾ, ജീസസ്, കുറച്ച് ബൈബിൾ വാക്യങ്ങളൊക്കെ. ഇവിടെ എനിക്ക് മൂന്ന് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ അങ്ങനെ വരണം. പിന്നെ വീണ്ടും കുറച്ച് കോട്ട്സ്, പിന്നെ ബുക്കുകൾ, അതിൻ്റെ കുറച്ച് ഫോട്ടോസ്, അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് അപ്പം എൻ്റെ ഓവറോൾ ഇപ്പം നിലവിലുള്ള ഒരു ലുക്ക്. ഇന്നത്തെ പ്രൊജക്റ്റ് അപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നുകൊണ്ട് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റി എന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.